ഇനി നിങ്ങൾ ഈ വിഷയം കമ്പയർ ചെയ്യേണ്ടത് എന്തുമായിട്ടാണെന്നറിയോ? നമ്മൾ ലീനിയർ ആൾജിബ്രൻ്റെ കഥ തുടങ്ങിയ തുടക്കത്തിൽ ഏതോ വീഡിയോകളിൽ നമ്മൾ രണ്ടോ മൂന്നോ വീഡിയോ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, നമ്മൾ ഈ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. അതായത് പ്ലെയിനിലെ വെക്ടേഴ്സ് അല്ലേ, പ്ലെയിനിലെ വെക്ടേഴ്സ് അല്ലേ, ഇങ്ങനെയൊക്കെയുള്ള വെക്ടേഴ്സിൻ്റെ ഡയറക്ടർ ലൈൻ സെഗ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്തു, R2 എലമെൻറ്റ് ഉപയോഗിച്ചിട്ട് പേരിട്ടു അല്ലേ. ഓരോ പ്ലെയിനിലെ ഒരു വെക്ടറിനെയും R2 ഒരു എലമെൻറ്റ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ സ്പേസിലെ വെക്ടേഴ്സിനെ R3 എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് പേരിടാം എന്നൊക്കെ പറഞ്ഞില്ലേനും. അതുമായിട്ട് ഇതൊന്ന് കമ്പയർ ചെയ്തൂടെ? ഇവിടെ നമ്മളെന്താ പറഞ്ഞത്, അവിടെ പ്ലെയിനിലെ ഏതൊരു വെക്ടർ എടുത്താലും അതിനെ R2 എലമെൻറ്റ് ഉപയോഗിച്ചിട്ട് പേരിടാം, റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതേപോലെയല്ലേ ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് 2 ഡയമെൻഷണൽ വെക്ടർ സ്പേസായ P1R ഏതൊരു എലമെൻറ്റ് എടുത്താലും അതിനെ R2 ഒരു എലമെൻറ്റ് ഉപയോഗിച്ചിട്ട് പേരിടാം. അപ്പോൾ പഴയ ഇതിലേക്ക് നമ്മൾ തിരിച്ചു പോവുക. തുടക്കത്തിൽ ഡയറക്ടർ ലൈൻ സെഗ്മെൻ്റ് ഒക്കെ തുടങ്ങിയിട്ടാണ് നമ്മൾ വെക്ടർ സ്പേസിലേക്ക് ഇങ്ങനെ കയറി വന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു പോയി. അങ്ങനെ നമ്മളെ കയ്യിൽ ഒരു ജനറൽ വെക്ടർ സ്പേസ് ഒക്കെ അപ്പോൾ നമ്മളെ കയ്യിലെത്തി അല്ലേ. തുടക്കത്തിൽ ഡയറക്ടർ ലൈൻ സെഗ്മെൻ്റൊക്കെ എന്താ നമ്മൾ പിന്നെ വെലോസിറ്റി അങ്ങനത്തെ ഒക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാട് കയറിയൊക്കെയാണ് നമ്മൾ അവിടെ പറഞ്ഞത്. പിന്നെ അതൊക്കെ വിട്ടിട്ട് ഇതിനൊക്കെ ജനറലൈസ് ചെയ്തിട്ട് ഒരു അബ്സ്ട്രാക്റ്റ് വെക്ടർ സ്പേസ് ഒക്കെ വന്നിട്ട് അങ്ങനെ കയ്യിലുള്ളൊരു വെക്ടർ സ്പേസാണ് ഇപ്പോൾ പോളിനോമിയൽ. എന്നിട്ട് അവസാനം തിരിച്ച് നമ്മൾ പോകണപ്പോൾ ഇങ്ങോട്ടാ ഈ 2 ഡയമെൻഷണൽ വെക്ടർ സ്പേസായ P1R അവിടുത്തെ ഡയറക്ടർ ലൈൻ സെഗ്മെൻറ്റിനെ R2 ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്ന മാതിരി ഇതിനെയും നമുക്കിനി R2 ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറയാൻ പോകുന്നതല്ലേ പറഞ്ഞു കഴിഞ്ഞത്. ഇതിലൊരു ആസ്വാദനമല്ലേ അത്. ഇതൊക്കെ ഒന്നാണ് എന്ന് തിരിച്ചറിവ്. അതായത് പിന്നെ ഈ വെക്ടേഴ്സിനൊക്കെ R2 ഉപയോഗിച്ച് പേരിട്ട മാതിരി തന്നെ ഈ വെക്ടേഴ്സിനെയും R2 ഉപയോഗിച്ചിട്ട് പേരിടാം. ഇത് പിന്നെ ഇങ്ങനെ മാത്രമല്ല, ഇത് ഏതൊരു 2 ഡയമെൻഷണൽ റിയൽ വെക്ടർ സ്പേസിനെയും R2 ഉപയോഗിച്ചിട്ട് പേരിടാൻ ഞാൻ കാണിച്ചു തരാം, മാച്ചിട്ട് കാണിച്ചു തരാം. അതിന് നിങ്ങൾ പോസ് ചെയ്തിട്ട് ശരിക്കും ഒന്ന് ആലോചിക്കേണ്ട കാര്യം പറഞ്ഞതിൻ്റെ അതിലൊരു രസമുണ്ട്. അത് നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കിയേ പറ്റുള്ളൂ കേട്ടോ.